ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പീഡാനുഭവ വെള്ളിയാഴ്ചയുടെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. ഇത് വിശുദ്ധ വാരമാണ്. ഈ വിശുദ്ധ വാരത്തിൽ മിശിഹായുടെ രക്ഷാകരമായ സമർപ്പണത്തെ ആഴത്തിൽ ധ്യാനിക്കുന്ന ദിവസമാണ് പീഡാനുഭവ വെള്ളിയാഴ്ച. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നു. തെത്തലെസ്തായി എന്നൊരു ഗ്രീക്ക് പദമാണ് മൂലഭാഷയിൽ കാണുന്നത്. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് വെച്ചാൽ പരമാവധി സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ കർത്താവ് ലോകത്തിനു വേണ്ടി പങ്കുവെച്ചുകൊണ്ട് മുറിച്ചു വിളമ്പിക്കൊണ്ട് നൽകിയിരിക്കുന്നു. തൻ്റെ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് ആഴമുള്ള ഒരു അർത്ഥം. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവിടുന്ന് തൻ്റെ ഏകജാതനെ നൽകിയിരിക്കുന്നു എന്ന തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 3:16 അതിൻ്റെ ഒരു ആഴത്തിൽ ദൈവം എന്തുമാത്രം ഈശോമിശിഹായിലൂടെ ലോകത്തെ സ്നേഹിച്ചുവെന്ന് വെളിപ്പെടുത്തുന്നു. ഈ രക്ഷാകരമായ സ്നേഹത്തിൻ്റെ ആഴമായ അനുഭവം സ്വീകരിക്കേണ്ട ഒരു ദിവസമാണിത്. ആ ആഴമായ ദൈവസ്നേഹത്തിൽ നിമഗ്നമായിരുന്നു കൊണ്ട് വേണം നമ്മൾ ഇനി അങ്ങോട്ട് ജീവിക്കുവാനെന്നാണ് ഈ പീഡാനുഭവ വെള്ളിയാഴ്ച നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം. പിതാവിൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച മിശിഹ ആ സ്നേഹം അതിൻ്റെ പരമാവധിയിൽ നമുക്ക് വേണ്ടി രക്ഷാകരമായി തൻ്റെ മരണത്തിലൂടെ സമർപ്പിച്ചുകൊണ്ട് നൽകി. ഈ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചുകൊണ്ട് ഈ സ്നേഹം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അപരനോടുള്ള കരുതൽ, അവനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന അവസ്ഥ, അവന് വേണ്ടി ത്യാഗപൂർവ്വം സമർപ്പിക്കാൻ പറ്റുന്ന ഒരു ജീവിതശൈലി, ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധത, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് മുറിച്ച് വിളമ്പാൻ വേണ്ടി ഇന്ന് ദുഃഖവെള്ളിയാഴ്ച കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ കഴിവ്, അറിവ്, എനിക്കുള്ളതെല്ലാം ത്യാഗപൂർവ്വം മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹത്തോടെ പങ്കുവയ്ക്കാനായിട്ട് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ പങ്കുവയ്ക്കുന്ന സമൂഹമായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകും, അനുഗ്രഹീതമാകും. ആദിമ ക്രൈസ്തവ സമൂഹം അങ്ങനെ ത്യാഗപൂർവ്വം പങ്കുവെച്ച് ജീവിച്ച സമൂഹമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ, നാം ജീവിക്കുന്ന ജോലിയിടങ്ങൾ, അവിടെയെല്ലാം ഈ പങ്കുവെക്കലിൻ്റെ ഉന്നതമായ ത്യാഗം നിറഞ്ഞ ഒരു ജീവിതശൈലി സ്വീകരിക്കാനായിട്ട് നമുക്ക് പ്രതിജ്ഞാബദ്ധരാവാം. ഒപ്പം നമുക്ക് അവരനെ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണാനും കരുതാനും സ്നേഹിക്കാനും കൂടി കഴിയണം. പാപികളായിരിക്കെ നമുക്ക് വേണ്ടി അവൻ ജീവൻ അർപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു ജീവിതത്തിൻ്റെ ശൈലി മറ്റുള്ളവരെ അവരുടെ കുറവുകളോടുകൂടി സ്വീകരിക്കാൻ കഴിയുമ്പോൾ, അത് കുടുംബത്തിലാണെങ്കിലും ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലാണെങ്കിലും കൂടെയുള്ള വ്യക്തിയെ, കണ്ടുമുട്ടുന്ന വ്യക്തിയെ അവരായിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിച്ചുകൊണ്ട് അവരെ കരുതാൻ, അവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നത്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണാൻ കഴിയുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുക. പരമാവധി സ്നേഹത്തിൻ്റെ ആ വലിയ ക്ഷമയുടെ അൺകണ്ടീഷണൽ ഫോർഗിവിങ്, അതാണ് കുരിശിൻ്റെ നെറുകയിൽ നമ്മൾ കാണുന്നത്. മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ കണ്ടുകൊണ്ട് സ്നേഹിക്കാനും ക്ഷമിക്കാനും ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മോട് ആവശ്യപ്പെടുകയാണ്. ക്രൂശിതനായ മിശിഹായുടെ വലിയ കൃപ നമുക്കെല്ലാം സമൃദ്ധമായിട്ട് ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.